ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെ യൂട്യൂബറായി മുൻ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ സൗരഭ് ഭരദ്വാജ് ഭരോസാഗർ നേത അഥവാ തൊഴിൽ രഹിതനായ രാഷ്ട്രീയക്കാരൻ എന്നാണ് ചാനലിന്റെ പേര്. തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്നാണ് ആദ്യ വീഡിയോ. 8 फरवरी को जो चुनाव के नतीजे आए उसके बाद पूरी दिल्ली बदली है और हम जैसे लोग हमारी तो पूरी की पूरी जिंदगी जो है 180 डिग्री जो है पलट गई है. आज कहा जा सकता है कि हम वो नेता हैं जो बेरोजगार हो गए हैं. ഫെബ്രുവരി 8-ന് ഡൽഹിയോടൊപ്പം തന്റെ ജീവിതവും അടിമുടി മാറി മറിഞ്ഞുവെന്ന് സൗരഭ് ഭരദ്വാജ്. മുൻ മന്ത്രിയിൽ നിന്നും തൊഴിൽ രഹിതനായ രാഷ്ട്രീയക്കാരനിലേക്കുള്ള യാത്രയാണ് ബറോസ്ഗാർ നേത എന്ന യൂട്യൂബ് ചാനലിലെ ആദ്യ വീഡിയോയിൽ സൗരഭ് വിശദീകരിക്കുന്നത്. ഡൽഹി ആം ആദ്മി പാർട്ടിയിലെ ജനകീയ മുഖങ്ങളിലൊന്നാണ് സൗരഭ് ഭരദ്വാജ്. മുൻ AAP സർക്കാരുകളിൽ നഗരവികസനം, ആരോഗ്യം, വ്യവസായം തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ മന്ത്രി. കെജ്രിവാളിനെയും സിസോദിയെയും പോലെ ഈ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയ പ്രമുഖരിലൊരാൾ. ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ നിന്നും 3 തവണ ജയിച്ച ഭരദ്വാജിനെ ഇത്തവണ BJPയുടെ ശിഖാറായി 3188 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. 13 മിനിറ്റുള്ള വീഡിയോയിൽ തന്റെ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചാണ് ഭരദ്വാജ് സംസാരിക്കുന്നത്. തോൽവി എപ്പോഴും വേദനാജനകമാണ്. തോൽവിക്ക് പിന്നാലെ വീട്ടിലേക്ക് പോകാൻ ഭയപ്പെട്ടിരുന്നു. മകൾ വിഷമമാകുമെന്ന് കരുതി മകൾ ഉറങ്ങിയ ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. MLAയോ മന്ത്രിയോ ആയിരുന്നപ്പോൾ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ മതിയായ സമയം ബാക്കിയുണ്ട് എന്നും സൗരഭ് പറയുന്നു. MLA ആയിരുന്നപ്പോൾ ശമ്പളം കിട്ടുമായിരുന്നു. എന്നാൽ സമ്പാദ്യം കൊണ്ട് മാത്രം എത്ര കാലം പിടിച്ചു നിൽക്കാനാകുമെന്നും മുൻ മന്ത്രിയുടെ വാക്കുകൾ. ഈ ചിന്തയിൽ നിന്നാണ് യൂട്യൂബർ ആകാം എന്നുള്ള തീരുമാനത്തിലേക്ക് സൗരഭ് ഭരദ്വാജ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ ഒരു ദിവസം കൊണ്ട് 56,000 സബ്സ്ക്രൈബേഴ്സിനെയാണ് നേടിയത്. പൊതുജനങ്ങളുമായി ദിനം പ്രതി സംവദിക്കാനുള്ള വേദി കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ. എല്ലാ ദിവസവും പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നും കാഴ്ചക്കാർക്ക് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാമെന്നും ആം ആദ്മി പാർട്ടി നേതാവ് പറയുന്നു. 45-കാരനായ സൗരഭ് ഭരദ്വാജ് എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.